എപ്പിസോഡിൽ ഒരു വമ്പൻ ട്വിസ്റ്റാണ് നടക്കാൻ പോകുന്നത്. അതായത് ശ്രുതിയുടെ കൂട്ടുകാരി മീര ഹോട്ടലിൽ വെച്ച് ജോലി ചെയ്യുന്നത് കാണുകയാണ്. കഷ്ടപ്പെട്ട് ഹോട്ടലിൽ ഓടി നടന്ന് ജോലി ചെയ്യുന്നതും ഓർഡർ എടുക്കുന്നതൊക്കെ ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ് മീര. ശ്രുതിയെ ആ നിലയിൽ കണ്ട പാടെ തന്നെ മീരയ്ക്ക് ദേഷ്യമാണ് വരുന്നത്. തന്റെ കൂട്ടുകാരിയെ ഇനിയും ചതിച്ച് മതിയായില്ലെന്നുള്ള ഭാവത്തിലാണ് മീര നോക്കി നിൽക്കുന്നത്. എന്തായാലും ഈ വിവരം മീര ചൂടാറാതെ തന്നെ ശ്രുതിയെ അറിയിക്കുന്നുണ്ട്. ശ്രുതി അവിടെ വെച്ച് മീര കാണുന്നതൊക്കെ ശ്രുതി അറിയുന്നുണ്ട്. അപ്പൊ തന്നെ ശ്രുതി അങ്ങോട്ട് ചെന്ന് മീരയുടെ കാല് പിടിച്ച് അപേക്ഷിക്കുന്നത് പോലെ പറയുന്നുണ്ട് ശ്രുതി ഈ വിവരം അറിയിക്കരുതെന്ന്. പക്ഷെ ഇനി അവളെ ചതിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞാണ് മീര നേരെ ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നത്. വിവരങ്ങളൊക്കെ അവിടെ ചെന്ന് പറയുന്നതും പിന്നെ ശ്രുതിയുടെ പ്രതികരണം അറിയണ്ടല്ലോ. എന്തായാലും ആ ഒരു എപ്പിസോഡാണ് ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. എപ്പിസോഡിന്റെ ചുരുക്കം നിങ്ങൾക്കൊന്ന് ചെറുതായിട്ട് മനസ്സിലാവാൻ ആദ്യം പറയുന്നു മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. ആദ്യം തന്നെ കാണിക്കുന്നത് പാർലറിൽ നിന്ന് ഇറങ്ങുന്ന ശ്രുതിയെയും മീരയാണ്. അപ്പൊ മീര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇന്ന് നേരത്തെ പാർലർ അടിച്ചല്ലോ, അപ്പൊ പിന്നെ ഇന്നെന്താ നിന്റെ പ്ലാന്? എന്ത് പ്ലാനാ മീരെ? എനിക്കൊന്ന് വീട് വരെ പോകണം. നിന്റെ അമ്മയുടെ അടുത്തേക്കോ? ആ, അമ്മയുടെ അടുത്തേക്കൊന്ന് ചെല്ലണം. ഇതെന്ത് പറ്റി നിനക്ക്? സാധാരണ നീ അമ്മയെ കാണാൻ അങ്ങോട്ടല്ലല്ലോ ചെല്ലാറ്, അമ്മ നിന്നെ കാണാൻ ഇങ്ങോട്ടല്ലേ വരാറ്? അതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് ഈ പ്രാവശ്യം അങ്ങോട്ട് ചെന്നേ പറ്റൂ. അതെന്ത് പറ്റി? അല്ല നീ എന്തു പറഞ്ഞാ വീട്ടിൽ നിന്ന് ഇറങ്ങാ? എന്തു പറയാൻ, ഞാൻ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. എന്താ അപ്പൊ നിനക്ക് നിന്റെ അമ്മയും മകനെയും കാണാനുള്ള ആഗ്രഹം കൊണ്ട് പോവല്ലേ? അല്ല മീരെ, എനിക്ക് വേറെയും ചില കാര്യങ്ങളുണ്ട്. എന്താ കാര്യം? നീ എന്നോട് പറ. ഞാൻ പറഞ്ഞല്ലോ മീരെ, എനിക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യമുണ്ട്. കാശിന്റെ അത്യാവശ്യത്തിന് നീ നിന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാനാ? അവരുടെ അടുത്ത് ചിലപ്പോ കാശ് കാണുമായിരിക്കും. ഇടയ്ക്ക് അമ്മ ഞാൻ അയച്ചു കൊടുക്കുന്ന കാശൊക്കെ സ്വരൂപിച്ച് വെക്കാറുണ്ടെന്നാ പറഞ്ഞത്. ചിലപ്പോഴൊക്കെ എനിക്ക് കൊണ്ടുതരാറുണ്ട്. ശേ, ഇത് വളരെ മോശമാണ് കേട്ടോ ശ്രുതി. നീ ആദ്യം കൊടുക്കുന്ന പങ്ക് പോലും ഇപ്പൊ നിന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നില്ല. ഒരാവശ്യമില്ലാതെ അതിൽ നിന്ന് പകുതി നിന്റെ അമ്മായിയമ്മക്ക് ഇപ്പൊ കൊടുക്കുന്നത്. അതും പോരാ, തുച്ഛമായിട്ട് എന്തെങ്കിലും അയച്ചു കൊടുക്കുന്ന അവരിൽ നിന്നും ഇനിയും നീ കൈയിട്ട് വാരാൻ നിൽക്കുകയാണോ? നീ ഒരു കാര്യം ആലോചിച്ചോ, നീ പ്രസവിച്ച നിന്റെ മകൻ അവിടെ ഉള്ളത്. മീര സ്റ്റോപ്പ്, അതെന്തിനാ ഇങ്ങനെ പറയുന്നത്? പറയാനുള്ളത് പറയണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവന് നീ പ്രസവിച്ചതല്ലാതാവോ? അങ്ങനെ നിനക്ക് വരുത്തി തീർക്കാൻ പറ്റോ? ഇല്ല. എല്ലാത്തിനും ഒരു DNA ടെസ്റ്റ് മതി, അതിലെല്ലാം പൊളിയും. പ്രത്യേകിച്ച് സച്ചിക്കും രേവതിക്കും അവരോട് നല്ല അടുപ്പമുണ്ട്. നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ അവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്നാലും ഞാൻ പറയാ, അങ്ങനെയാണെങ്കിൽ ആ കുട്ടി അനാഥയായി പോവും. പിന്നെ സച്ചിക്കും രേവതിക്കൊക്കെ അവര് നല്ല അടുപ്പം ഉണ്ടായതുകൊണ്ട് ആ കുഞ്ഞിനെ അവർക്കറിയാവുന്നതുവാ. വല്ല ബോർഡിങ്ങിൽ ഇട്ടാലൊന്നും കാര്യം നടക്കത്തില്ല. ഇതിനൊക്കെ ഇപ്പോഴേ നീ എന്തെങ്കിലും തീരുമാനം കണ്ടുവെച്ചേ പറ്റൂ. അല്ലെങ്കിൽ നീ വീട്ടിൽ എല്ലാവരുടെ വിവരം പറയണം. നീ എന്നെ ആകെ പേടിപ്പിക്കുകയാണോ? പിന്നെ എന്താ ശ്രുതി, ദിവസേന ഇങ്ങനെ കള്ളം മറച്ചു വെച്ചിട്ട് കാര്യം? നീ ആ പാവ ശ്രുതി ഇങ്ങനെ പറ്റിക്കുക. ഇനി നിന്റെ കൂടെ ഈ കള്ളത്തരത്തിന് കൂട്ടേക്കാൻ എനിക്ക് വയ്യ. ഞാൻ പറയൂല്ലോ മീരെ, പക്ഷെ എനിക്ക് കുറച്ചും കൂടി സാവകാശം തരണം. സാവകാശം പറഞ്ഞേ നീ നിന്റെ ജീവിതത്തിന്റെ ഏതോ ഒരു അറ്റത്തെത്തി. വലിയ കൊമ്പത്തെ ജീവിതം കിട്ടിയെന്ന് പറഞ്ഞല്ലേ നീ നിന്റെ അമ്മയൊക്കെ തള്ളി പറഞ്ഞ് ശ്രുതിയെ വിവാഹം കഴിച്ചത്. എന്നിട്ടിപ്പെന്താ ശ്രുതിക്ക് പറയാൻ ഒരു ജോലി പോലും ഇല്ല. ആര് പറഞ്ഞു ജോലിയില്ലെന്ന്? ശ്രുതിയെ ഇപ്പൊ നല്ല ഓഫീസിലാ ജോലി ചെയ്യുന്നത്. അപ്പൊ മീര പറയുന്നുണ്ട്, അതൊക്കെ വിട്, ഇന്നേതായാലും അത് പറഞ്ഞ് തർക്കിക്കേണ്ട. നിനക്കിപ്പോ കാശല്ലേ വേണ്ടത്? എത്ര വേണം? മീരെ, നിന്റെ കയ്യിലുണ്ടോ? എന്റെ കയ്യിൽ കാശൊന്നുമില്ല, പക്ഷെ എനിക്ക് അറിയുന്ന ഒരാളുണ്ട്. കുറച്ചു ദിവസം മുമ്പേ ഞാൻ ആളെ കണ്ടിരുന്നു. ആ സമയത്ത് കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളാൻ പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ നിന്റെ കാര്യങ്ങൾ പറഞ്ഞ് അയാളോട് പണം വാങ്ങിക്കാം. എന്റെ കാര്യം പറഞ്ഞോ? നിനക്കാലത്തുനിന്ന് പണം വാങ്ങിക്കാൻ പറ്റില്ലേ? അതെങ്ങനെയാ? എനിക്ക് ആവശ്യമൊന്നുമില്ലല്ലോ. നിന്റെ ആവശ്യം ഇവിടെ നടക്കേണ്ടത്. നിനക്ക് പണം വേണമെങ്കിൽ എന്റെ കൂടെ വന്നേ പറ്റൂ. അല്ലാതെ ആ പാവം അമ്മയുടെ കയ്യിൽ നിന്ന് കൈയിട്ട് വാരാൻ നിൽക്കണ്ട. ശരി, ഞാൻ നിന്റെ കൂടെ വരാം. എങ്കിൽ പിന്നെ നടക്ക്. ദേ, ഈ വാങ്ങിയ കാശൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് നീ കാണിക്കണം. അതൊക്കെ ഞാൻ കാണിക്കും മീരെ. വാങ്ങിച്ച കാശൊക്കെ ഞാൻ തിരിച്ചു കൊടുക്കാറില്ലേ? കൊടുക്കും. നീ വാങ്ങിച്ച് ഒരു കുന്ന് കണക്കിന് ആക്കിയിരിക്കേ ഇപ്പോ. എന്താവോ എന്തോ, കണ്ടറിയാം. എന്തായാലും കാശ് കിട്ടാൻ ഒരു മാർഗം കിട്ടിയല്ലോ. ദേ, അങ്ങനെ അങ്ങ് സന്തോഷിക്കൊന്നും വേണ്ട. കാശൊക്കെ തിരിച്ചു കൊടുക്കേണ്ടതാ. ആ ബോധം നിനക്ക് വേണം. അതൊക്കെ എനിക്കുണ്ട്. ദേ, നമുക്ക് എന്തേലും കഴിച്ചിട്ട് പോലോ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. ഞാൻ വീട്ടിൽ നിന്ന് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പൊ ഒരു വിശപ്പ്. എങ്കിൽ പിന്നെ നീ വാ, നമുക്ക് അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഹോട്ടലിൽ പോവാം. അപ്പൊ മീര പറയുന്നുണ്ട്, അങ്ങനെ എവിടെയെങ്കിലും ഒന്നും പോകണ്ട. ഇന്നേ നമുക്ക് വേറൊരു ഹോട്ടലിൽ പോകാം. അവിടെ അടിപൊളി ഫുഡ് കിട്ടും. നമുക്ക് അവിടുന്ന് പാഴ്സൽ വാങ്ങിയിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കാം. അതെന്തിനാ അവിടുന്ന് കഴിച്ചാ പോരെ? അത് പറ്റില്ല ശ്രുതി, ആ ഫുഡ് ആസ്വദിച്ച് കഴിക്കണം. നമുക്ക് വീട്ടിൽ തന്നെ പോയിരുന്ന് കഴിക്കാം. എങ്കിൽ ശരി, നീ വാ, കയറ്. അങ്ങനെ അവര് രണ്ടുപേരും നമ്മുടെ ശ്രുതി വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ എത്തുന്നുണ്ട്. മീരെ, നിനക്കല്ലേ ഇവിടുത്തെ ഫുഡൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാം. ടേസ്റ്റുള്ള ഫുഡ് നീ തന്നെ വാങ്ങി വാ. ഞാനേ ഇവിടെ നല്ല തണലുണ്ട്, ഇവിടെ തന്നെ നിൽക്കാം. നീ എവിടെ നിൽക്കാണോ? നിനക്ക് ഇഷ്ടപ്പെട്ടതും കൂടി വാങ്ങാം. നീ വാ. ഞാനില്ല മീരെ, നീ തന്നെ കയറി വാങ്ങിച്ചിട്ട് വാ. ശരി, ഞാൻ പെട്ടെന്ന് വാങ്ങിട്ട് വരാം. ഇതും പറഞ്ഞ് മീര അകത്തോട്ട് കയറുന്നുണ്ട്. എന്നിട്ട് നേരെ പോകുന്നത് കൗണ്ടറിൽ ഇരിക്കുന്ന ആളുടെ അടുത്തേക്കാ. അതായത് ആ കടയുടെ മുതലാളിയുടെ അടുത്തേക്ക്. അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട് മീര, ചേട്ടാ ഇവിടെ ഇന്ന് കഴിക്കാൻ എന്തൊക്കെയുള്ളത്? അത് പിന്നെ ഇതാ മോളെ മെനു. ഇതിൽ നോക്കി എന്താ വേണ്ടതെന്ന് വെച്ച് ഓർഡർ ചെയ്തു. അതെ, ഒരാൾ പെട്ടെന്ന് ഓർഡർ എടുക്കാൻ വന്നേ.
ഒരു പാഴ്സൽ വേണം. ഇത് കേട്ടപ്പോ തന്നെ മറ്റവനും വെടിച്ച് സുധി ഓടി ബുക്കും പെന്നും എടുത്ത് അകത്തേക്ക് വരികയാണ്. എന്നാൽ അപ്പൊ തന്നെ മീര തിരിഞ്ഞു നോക്കുന്നത് ശ്രുതിയാണ്. മീരയെ ശ്രുതി നന്നായിട്ട് കാണുന്നുണ്ടോ. കണ്ട പാടത്തന്നെ ഒരു മിന്നായം പോലെ ശ്രുതി അവിടുന്ന് മാറി ഒളിയാണ്. എന്നാൽ ശ്രുതിയെ നന്നായിട്ട് മീര കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ ശ്രുതിയല്ലേ കണ്ടത്, അതോ എനിക്ക് തോന്നിയതോ? അല്ല, ഞാൻ ശ്രുതിയെ തന്നെയാ കണ്ടത്. അവൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. എന്നെ കണ്ടപ്പോ മാറി നിന്നതായിരിക്കോ? അപ്പോ അവൻ ശ്രുതിയെ വീണ്ടും പറ്റിക്കാണോ? ഏതോ വലിയ ഓഫീസിലാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഓർഡർ എടുക്കുന്നതാണോ അവന്റെ പണി? അവനെ വരുത്തിക്കാൻ ഒരു വഴിയുള്ളൂ. ചേട്ടാ, പെട്ടെന്ന് ഓർഡർ എടുക്കണം, എനിക്ക് വീട്ടിൽ പോയിട്ട് തിരക്കുള്ളതാ. അയ്യോ, അത് പിന്നെ സോറി മോളെ. ഇവനിത് എവിടെ പോയി കൊടുക്കുക? ഇവനെ ഇന്ന് തന്നെ പിരിച്ചുവിടണം. ഒരു ഉത്തരവാദിത്തമില്ലാത്ത ചെറുക്കൻ. ഇവനെയൊക്കെ പിടിച്ച് ജോലി ഏൽപ്പിച്ച എന്നെ വേണം പറയാൻ. മോളെ, മോക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പെട്ടെന്ന് എന്നെ വരുത്തിക്കാം. മോൾ അവിടെ വെയിറ്റ് ചെയ്യും. ചേട്ടാ, ഇവിടെ ഓർഡർ എടുക്കാൻ ആരും ഇല്ലേ? ഉണ്ട് മോളെ, ഇവിടെ ഒരു മടിയനായി ഞാൻ നിർത്തിയിരിക്കുന്നത്. ഇന്ന് തന്നെ അവനെ പിരിച്ചുവിടണം. എന്താ മോൾക്ക് വേണ്ടത് അത് പറഞ്ഞാട്ടെ. ചേട്ടാ, പൂരിയും മസാലയും വേണം, പിന്നെ 2 പ്ലേറ്റ് മസാല ദോശ എടുത്തോളൂ. ശരി, ഞാൻ ഓർഡർ കൊടുത്തിട്ട് വരാം മോളെ. മോൾ അവിടെ പോയിരിക്കെ. എന്നിട്ട് അയാൾ ചെന്ന് അടുക്കളയിൽ ഓർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നുണ്ട് മീര, സുധി എവിടെയെങ്കിലും കാണുമെന്ന്. അയാൾ ഓർഡർ കൊടുത്ത് കൗണ്ടറിലേക്ക് തന്നെ വരുന്നുണ്ട്. ആ സമയത്ത് മീര മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ട്, ഇയാളോട് ചോദിച്ചാ ചിലപ്പോ സുധി ഇവിടെ ജോലി ചെയ്യുന്നു എന്ന് അറിയാൻ പറ്റും. ഇതും പറഞ്ഞ് മീര അയാളോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ, ഇവിടെ ഓർഡർ എടുക്കാൻ എത്ര സ്റ്റാഫ് ഉണ്ട്? ഇവിടെ ഓർഡർ എടുക്കാൻ 4 ആളുണ്ട്. എന്താ മോളെ, ഇന്ന് തന്നെ മറ്റവനെ പിരിച്ചിടുമ്പോ വേറൊരാളെ കയറ്റാനാണോ? അതുകൊണ്ടല്ല, ഇവിടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റാഫിന് സുധി എന്നുള്ള പേരുണ്ടോ? സുധിയോ? സുധിയുടെ കാര്യം തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന്റെ പേര് സുധി എന്നാ. അവനാണെങ്കിലേ ലേവലേശം കൃത്യനിഷ്ഠതയില്ല. ആളുകൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ അവൻ എവിടേക്കെങ്കിലും മുങ്ങും. ഏത് സമയം ബാത്റൂമിൽ അടയിരിക്കുന്നതാ അവന്റെ പണി. അപ്പം സുധി ഇവിടെ തന്നെ ജോലി ചെയ്യുന്നെന്ന് ഏകദേശം ഉറപ്പായി. എന്നാലും ശ്രുതിക്ക് കാണിച്ചു കൊടുക്കാൻ തെളിവ് തന്നെ വേണം. ചേട്ടാ, ഈ പറഞ്ഞ സുധി ഏകദേശം എങ്ങനെയിരിക്കും? അതെന്തിനാ മോളെ? എന്റെ പരിചയത്തിൽ ഒരു സുധിയുണ്ട്, അവൻ തന്നെയാണ് ഇവിടെയുള്ളതെന്ന് അറിയാനാ. വെറുതെ അല്ല അവൻ മുങ്ങിയത്. പരിചയക്കാരെ കാണുമ്പോഴേ അവനെ മുങ്ങുന്ന ഒരു ശീലം ഉണ്ടെന്ന് എന്നോട് ആ മജീദ് പറഞ്ഞിരുന്നു. എന്നെ കണ്ട അയാൾക്ക് വലിയ പരിചയമൊന്നും കാണത്തില്ല. ഇല്ല ചേട്ടാ, അയാൾ എങ്ങനെയുണ്ടെന്നൊന്ന് പറയോ? എങ്ങനെയുണ്ടെന്ന് വെച്ചാ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, അത്യാവശ്യത്തിന് വേണ്ട തടിയും ഉണ്ട്. പിന്നെ ഏത് സമയത്തും ഓഫീസിൽ അവന്റെ വർക്ക് എന്നാ വിചാരം. ഇങ്ങോട്ട് വരുമ്പോ ഇൻസൈഡ് ഒക്കെ ചെയ്തിട്ട് അവൻ വരൂ. നല്ല തേച്ചും എനിക്ക് കുട്ടപ്പനാക്കിയ ഷർട്ടും പാന്റും ഇട്ടിട്ട്. അവനോട് അതൊന്നും ഇട്ട് വരണ്ടെന്ന് പറഞ്ഞാലും അവൻ അത്രയൊക്കെ നീറ്റായിട്ട് വരും. വൃത്തിയുടെ കാര്യത്തിൽ അവൻ കഴിഞ്ഞേ ഇവിടെ ബാക്കി ആരുള്ളൂ. അതെനിക്ക് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. പിന്നെ വേറെന്തൊക്കെയാ? പിന്നെ അവൻ കണ്ണടയിടും. മൊത്തത്തിലൊരു റിച്ച് ലുക്ക് ഉണ്ട്. അപ്പം ഇത് സുധി തന്നെ. ചേട്ടാ, ഞാനൊരു ഫോട്ടോ കാണിക്കട്ടെ. അതിലുള്ള ആള് തന്നെയാണോ ഇതെന്ന് ഉറപ്പ് വരുത്തോ. എങ്കിൽ പിന്നെ കുട്ടിക്ക് ഫോട്ടോ നേരത്തെ കാണിച്ചുകൂടായിരുന്നോ? ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞ് സമയം കളഞ്ഞത്? ഇപ്പൊ കാണിക്കാൻ ചേട്ടാ. അതും പറഞ്ഞ് സുധിയുടെ ഫോട്ടോ നേരെ അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടോ. സുധിയാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവാതെ ഒരു ഭാഗത്ത് നിന്ന് ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരാ, എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? അവൾ എന്റെ ഫോട്ടോ എങ്ങാനാണോ അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എല്ലാം കഴിഞ്ഞ്. ആ സമയത്ത് മീര ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ടോ. ഇത് കണ്ടപ്പോ തന്നെ അയാൾ പറയുന്നുണ്ട്, ഇത് തന്നെ സുധി. അപ്പോ ഇവൻ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്? അതേ മോളെ, ഇയാൾ തന്നെ സുധി. അപ്പൊ തന്നെ സുധിക്ക് കാര്യം പെട്ടുന്നുണ്ട്. അയ്യോ, അവളെല്ലാം അറിഞ്ഞു. ഇനി ഇപ്പൊ തന്നെ ഇതൊക്കെ ശ്രുതിയോട് ചെന്ന് പറയും. ശ്രുതി ഇതറിയാൻ പാടില്ല. എങ്ങനെയെങ്കിലും അവളുടെ കയ്യും കാലവും പിടിച്ച് സത്യം മറച്ചു വെക്കാൻ നോക്കണം. ഇതും പറഞ്ഞ് ശ്രുതി നേരെ മീരയുടെ അടുത്തോട്ട് ചെല്ലാണ്. ഇതാരും മീര എന്ന മീര ശ്രുതിയെ കണ്ട പാടത്തന്നെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. മീര എന്താ ഇവിടെ? ഞാൻ എന്താ ഇവിടെന്നോ? സാധാരണ ആളുകൾ ഇവിടെ ഫുഡ് കഴിക്കാനാ വരാ. അതുപോലെ ആയിരിക്കും ശ്രുതി ഇവിടെ വന്നത് അല്ലേ? ഞാനേ പാർട്ട് ടൈം ജോലിയായിട്ട് ഇതും കൂടി ചെയ്താലോ എന്ന് വിചാരിക്കുകയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ശ്രുതിക്ക് പണത്തിന് ആവശ്യമുണ്ട്. അപ്പൊ പിന്നെ ഈ ജോലി പാർട്ട് ടൈമായി ചെയ്താൽ കുറച്ചുകൂടി കാശ് കിട്ടുമല്ലോ. കൊള്ളാം. രാവിലെ തന്നെ ആയിരിക്കും പാർട്ട് ടൈം ജോലി. അപ്പൊ പിന്നെ ഓഫീസിൽ എപ്പോഴാ കയറേണ്ടത്? രാത്രി 10 മണിക്കോ? അതേത് ഓഫീസാ? അത് പിന്നെ മീരെ, നിങ്ങളൊന്നും പറയണ്ട. നിങ്ങളൊരു ചതിയനാ. എന്റെ കൂട്ടുകാരി നിങ്ങൾ ഇങ്ങനെ ചതിച്ചോണ്ടിരിക്കുക. അയ്യോ മീരെ, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഇതൊന്നും ചെന്ന് ശ്രുതിയോട് പറയല്ലേ. അവളെ പുറത്ത് നിൽക്കുന്നുണ്ട്, ഇങ്ങോട്ട് ഞാൻ വിളിച്ചോണ്ട് വരട്ടെ? അയ്യോ വേണ്ട മീരെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ വെറുതെ ഞങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കല്ലേ. ഞാനല്ല നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്നത്, നിങ്ങൾ തന്നെയാ. സ്വയം നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി തോണ്ടുന്നത്. മീരെ, എനിക്ക് ഒരു ജോലിയും കിട്ടുന്നില്ല. അങ്ങനെ വെറുതെ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്നതിലും ഭേദം ഇങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതല്ലേ. ജോലി ചെയ്യുന്നതിലൊന്നും കുഴപ്പമില്ല. അതെന്തായാലും അത് നിങ്ങൾ അവളോട് തുറന്നു പറയണായിരുന്നു. എന്തോ ഓഫീസിലെ നല്ല ജോലിയാന്നും പറഞ്ഞാ അവള് ദിവസം നിൽക്കുന്നത്. എന്നിട്ടിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തുച്ഛ വരുമാനമുള്ള ജോലിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എത്രത്തോളം വിഷമം കാണും. ഞാൻ എന്ത് ചെയ്യാനാണ് മീരെ? എനിക്കൊരു ജോലി കിട്ടണ്ടേ? ഇത് വലിയ കഷ്ടായി പോയി. എനിക്ക് എന്തായാലും ശ്രുതിയെ ചതിക്കാൻ പറ്റില്ല. ഞാൻ അവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറ. മീരെ, ഞാൻ ജോലി അന്വേഷിക്കുന്നുണ്ട്. കിട്ടാനിട്ടല്ലേ. എത്രയും പെട്ടെന്ന് ജോലി തരപ്പെട്ടാൽ ഞാൻ അങ്ങോട്ട് മാറിക്കോളാം. അതുവരെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ ഈ ഒരു ജോലിയെ മാർഗമുള്ളൂ. എന്തായാലും ഞാൻ അത് അവളോട് പറയും. മീരെ, നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി ചാവും. എന്തിന്?
ഇനിയും എനിക്ക് ശ്രുതിയെ വഞ്ചിക്കാൻ വയ്യ. അവക്ക് എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് കാശ് കിട്ടി അത് ഉപകാരത്തിൽ പെടുമല്ലോ എന്ന് കരുതിയാ ഞാൻ ഈ ജോലിക്ക് വന്നത്. ഞാൻ ഇനിയും ശ്രുതിയുടെ മുന്നിൽ ഇൻസൾട്ട് ആയ എന്നെ പിന്നെ നിങ്ങൾ ആരും ജീവനോട് കാണണ്ട. ആ സമയത്ത് നമ്മുടെ ശ്രുതിയെ കാണിക്കുന്നുണ്ട്. ഷോ, ഇവള് കുറെ നേരമല്ലോ അകത്തോട്ട് കയറി ചെന്നിട്ട്. ഒരു പാഴ്സൽ വാങ്ങിക്കൊണ്ടുവരാൻ ഇത്രയും സമയം പിടിക്കോ? ഇതും പറഞ്ഞ് ശ്രുതി നേരെ കയറി ചെല്ലുന്നത് ഹോട്ടലിന്റെ ഉള്ളിലോട്ടാണ്. ശ്രുതി വരുമ്പോ തന്നെ കാണുന്നത് മീര ശ്രുതിയോട് സംസാരിച്ച് നിൽക്കുന്നതാണ്. അവിടെ വെച്ച് ശ്രുതിയെ കണ്ടപ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ നേരെ നോക്കുന്നത് ശ്രുതിയാണ്. ശ്രുതിയുടെ വരവ് കണ്ട് ശ്രുതി എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ എന്താ ഇവിടെ? ശ്രുതി, നീ ഇവിടെ കൂടെ വന്നതായിരിക്കുമല്ലേ? അതെ, രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, അപ്പൊ പിന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് കരുതി. എങ്കിൽ പിന്നെ എന്താ നോക്കിയിരിക്കുന്നത്, നിങ്ങൾ ഇവിടേക്ക് ഇരിക്കി. അപ്പൊ മീര പറയുന്നുണ്ട്, വേണ്ട, ഞങ്ങൾ പാഴ്സൽ വാങ്ങാൻ വന്നതാ. അല്ല, സുധീന്റെ ഇവിടെന്ന് പറഞ്ഞില്ല. ആക്ച്വലി ഞാനേ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിയത് നിന്നെ പോലെ തന്നെ, അതുകൊണ്ട് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് നേരെ പോവാന്ന് കരുതി. ഇപ്പൊ തന്നെ 11 മണിയായല്ലോ, ഓഫീസിൽ 9 മണിക്ക് എത്തേണ്ടതല്ലേ? ഓഫീസിൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ, അങ്ങനെയാണോ? അല്ല, എങ്ങനെ സുധി പോകുന്നത്? എങ്ങോട്ട് പോകുന്നത്? ഓഫീസിലേക്ക്. അത് ഞാൻ നടന്നു പൊക്കോളാം. നടന്നിട്ടോ? ഒരു ടാക്സി വിളിക്കാലോ? ഏയ്, അതിനൊന്നും ആവശ്യമില്ല, വെറുതെ എന്തിനാ കാശ് കളയുന്നത്? എന്നാലും വേണ്ട സുധി, ഈ വെയിലും കൊണ്ട് ഓഫീസ് വരെ നടക്കണ്ട. ഒരു കാഞ്ചി, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് കാറ് ബുക്ക് ചെയ്യാം, അതിൽ പോയാ മതി സുധി. അയ്യോ, അതൊന്നും വേണ്ട. വേണമെങ്കിൽ ഞാൻ തന്നെ കാറ് ബുക്ക് ചെയ്തോളാം. എന്നാ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം പിടിച്ച് മീര മിണ്ടാതെ നിൽക്കുന്നുണ്ട്. മീരയുടെ ഭാവം കണ്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി മീര നിനക്ക്? നീ എന്തോന്നും പറയാതെ നിൽക്കുന്നേ? ഏയ്, അവക്കേ വേറൊന്നും അല്ല, ഓർഡർ എടുക്കാൻ കുറച്ച് നേരം വൈകി, അതുകൊണ്ടാ. ഓ, അതുകൊണ്ടാ. ഞാൻ കരുതി നീ എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നതെന്ന്. ആ സമയത്ത് സുധി ഇങ്ങനെ കണ്ണോണ്ട് കുറെ ഗോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ട് മീരയെ നോക്കിയിട്ട്. അപ്പോഴാണ് ഹോട്ടലിന്റെ ഉള്ളിൽ നിന്ന് പാഴ്സല് റെഡി ആയിട്ടുണ്ട്, സുധി ഇത് വന്ന് വാങ്ങിയേ. ഇത് കേട്ടപ്പോ ആകെ ഷോക്കായി നിൽക്കാണ് നമ്മുടെ ശ്രുതി. അല്ല ശ്രുതി, ഇതെന്താ ശ്രുതിയോട് വന്ന് വാങ്ങാൻ പറയുന്നത്? ശ്രുതി ഏതാ ഇവിടുത്തെ ജോലിക്കാരനോ? ഏയ്, അതല്ല ശ്രുതി, ഇതെനിക്ക് പരിചയമുള്ള ഹോട്ടലാ, ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാനാ ഓർഡർ ചെയ്തത്. അപ്പൊ പിന്നെ അവൻ എന്നെ വിളിക്കാ എന്റെ പരിചയക്കാരനാ. എന്തായാലും ശ്രുതി ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യണ്ട, അത് അയാൾ തന്നെ കൊണ്ടുതരും. ഏയ്, ഞാൻ വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുതരാം, ചെറിയ പണിയല്ലേ ഉള്ളൂ. ആ സമയത്താണ് അവിടുത്തെ മെയിൻ ഓണർ വന്നിട്ട് പറയുന്നത്, ശ്രുതി നീ ഇവിടെ നിൽക്കുവാണോ? നിനക്ക് മാസത്തിൽ എണ്ണി കാശ് തരണ്ടേ? എന്നാ ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി ഞെട്ടി നിൽക്കാണ്. ശ്രുതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടോ. അതെ, മര്യാദയ്ക്ക് പോയി ഓർഡർ എടുക്ക്, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ നിന്നെ ഇവിടുന്ന് പിരിച്ചുവിടും. പിന്നെ 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത നീ ജോലിക്ക് തേരാപ്പാര നടക്കേണ്ടി വരും. ഇത് കേട്ട് ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. 10ാം ക്ലാസ് പാസ്സായില്ലെന്ന്? 10ാം ക്ലാസ് പാസ്സാവാത്തവരെ ഞാൻ ഇവിടെ ജോലിക്ക് എടുക്കുന്നത്. ശ്രുതി, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? അത് പിന്നെ ഒന്നും പറയണ്ട. ശ്രുതി, നീ വരാൻ നോക്കിയേ, നിന്റെ ഭർത്താവിന്റെ മഹത്വം നീ ഇനി കൂടുതൽ അറിയാനിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇനിയുള്ള ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡ് ഞാൻ ഇന്ന് തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യും. അപ്പൊ ആ എപ്പിസോഡ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.